ഇന്ന് പോവാണ് യുവർ സിസ്റ്റർ സന്യാസം സ്വീകരിച്ചു എന്നുള്ളത്. എനിക്കോ എന്റെ വീട്ടുകാർക്കോ ഒന്നും ഇല്ലാത്ത ഞെട്ടലും നാട്ടുകാർക്കും വേണ്ട എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേകതരം ഞെട്ടൽ ആവശ്യമാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രഷർ വരുന്നുണ്ടോ? അതായത് അതെന്റെ വീട്ടില് വെറുതെ എന്റെ അമ്മയ്ക്ക് മറ്റേ ഞാൻ പുട്ട് കഴിക്കണം എന്ന് വിചാരിച്ചാൽ എന്റെ വീട്ടില് പുട്ടുകുറ്റി കാണില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കല്യാണം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പൊ എന്റെ ചേച്ചി സന്യാസി ആയതുപോലും അവള് ഫോൺ വിളിക്കുമ്പോ ഞങ്ങള് വാർത്തയൊക്കെ വന്നപ്പോ നമ്മള് വീഡിയോ കോൾ ചെയ്തിട്ട് പരസ്പരം സാധാരണ ഒരു ഗതിയിൽ ഒരു വീട്ടിലുള്ള ആൾക്കാര് പഠിക്കും കല്യാണം കഴിക്കും. എന്റെ വീട്ടിലൊന്നും അങ്ങനെയല്ല, വ്യത്യാസമാണ്. എന്റെ അച്ഛൻ ഒരു പഴയ നെക്സ്റ്റ് ആയിരുന്നു. എന്ത് വണ്ടിയുടെ ബാക്കി അറിയില്ല എന്നാണോ? ഇൻഡിക്കേറ്റർ ഇടയ്ക്ക് അല്ലോ അച്ഛാ വിളിച്ചാൽ കുഴപ്പമൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. MVD പിടിച്ചു ഗൈസ്. MVD പിടിച്ചു ഗൈസ്. ഇവിടെ ഒതുക്കൂ. ലൈസൻസ് ഇല്ലേ സാർ? ഈ കുട്ടിക്ക് ലൈസൻസ് ഇല്ല. ബാക്കിലുള്ള ആൾക്ക് ജീവനില്ലേ? ഹരി നീ എണീക്കണ്ട, ഞങ്ങള് കൊന്നിട്ടാന്ന് വിചാരിക്കും. കിടന്നു ചെറുതായിട്ടൊന്ന് ഒരു 3 ദിവസം അമ്മയൊന്ന് പ്രിപ്പയർ ആക്കി. അവള് അതന്നെ വിളിച്ചറിയും. ഈ വാർത്തയൊക്കെ കണ്ടിട്ട് അമ്മയ്ക്കൊരു വിഷമം. ഇല്ല സെറ്റാക്കാം. എന്താ സുമേഷ് ചേട്ടാ? നമ്മുടെ അടുത്ത് പോക്ക് വന്നിട്ട് അവരുടെ അടുത്ത് വന്നിട്ട് ഫൈൻ അടച്ചിട്ട് കൊള്ളാൻ പറയാം. നടന്നില്ലേ? എനിക്കറിയായിരുന്നു എവിടെ തൊട്ടാ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മണ്ടപ്പണി എന്തെങ്കിലും ഒരു പണി കിട്ടും എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ലൈഫാണ് എന്റെ. ചിലതൊക്കെ സ്ക്രീൻഷോട്ടുകൾ വരാറുണ്ട്, ചിലതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ തന്നെ മറ്റേ ചത്ത് കിടക്കുന്ന പേജുകൾക്ക് ഒരു ഉണർവ്. ഹായ് ഹലോ കമ്മ്യൂണിറ്റി വ്യൂവേഴ്സ്, വെൽക്കം ടു ഇതൊരു ഡ്രൈവ് ആണ്. ഈ ഡ്രൈവിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള 2 പേഴ്സൺസ് ആണ് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ജോയിനിങ് മീ ഇസ് നിഖില വിമൽ ആൻഡ് ഫറാസ് ഷിബ്ല. ഹലോ. അപ്പൊ ഞങ്ങൾ വളരെ വളരെ കെയർഫുൾ ആയിട്ട് നമുക്ക് മെയിൻ റോഡ് അല്ല, നമ്മൾ പനമ്പള്ളിക്കാണ് പോകുന്നത്. അപ്പൊ ഒരു ഡ്രൈവ് നമ്മൾ പ്ലാൻ ചെയ്തപ്പോ നിഖില ഡ്രൈവിംഗ് ആ കർത്തവ്യം ഏറ്റെടുത്തു. ഞാൻ എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റില്ല, റോഡ് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ വിശേഷങ്ങൾ ഗെറ്റ് സെറ്റ് ബേബിയുടെ ബാക്കിലെ സീറ്റ് ബെൽറ്റും കൂടി ഇടണം. ഇട്ട് വെച്ചാലും മതി. പുതിയ വണ്ടിയുടെ ഫീച്ചറാണിത്. പുതിയ വണ്ടിയുടെ ഫീച്ചേഴ്സ്. ഇങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? അത് വണ്ടി. ഓക്കെ, ഓൾറൈറ്റ്. പിന്നെ ഒരു ഇൻഡിക്കേഷൻ. ഓക്കെ ഫൈൻ. ടേണിന്റെ സിഗ്നൽ. അപ്പൊ പുതിയ വിശേഷങ്ങൾ ഗെറ്റ് സെറ്റ് ബേബി ആണ്. ഗെറ്റ് സെറ്റ് ബേബിയുടെ വിശേഷങ്ങൾ. ഗെറ്റ് സെറ്റ് ബേബി ഈ ഫെബ് 21 വരെയാണ്. അപ്പം എന്തൊക്കെയുണ്ട് അതില്? ഗെറ്റ് സെറ്റ് ബേബി നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അബൌട്ട് ദ മൂവി. പറയൂ, വാട്ട് ഈസ് ദ വിശേഷങ്ങൾ ഓഫ് ഗെറ്റ് സെറ്റ് ബേബി? ഞാൻ പറയാടാ, ഇതൊന്നും ഇത് സൗണ്ട് കേൾക്കണത് വേറെ സീറ്റ് ബെൽറ്റ് ആണ് അല്ലേ? പിന്നെയും സൗണ്ട് എല്ലാ സീറ്റ് ബെൽറ്റ് സൗണ്ട് തന്നെയാ കേൾക്കണേ.
പിന്നെ നടുക്കെന്തെങ്കിലും ഇല്ല സുഹൃത്തുക്കളെ ഇത് പുതിയ വണ്ടിയാണ് ഒരു വണ്ടിയാണ്. അപ്പൊ അവര് വളരെ പ്രതീക്ഷയോടെ നിങ്ങളുടെ കയ്യിൽ തന്നതാണ്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ സീറ്റ് ബെൽറ്റിന്റെ സൗണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കുന്നു. അവിടെ അത് മറ്റേ കിഡ്സ് ചൈൽഡ് എന്തിന്റെയാണെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു സീറ്റ് ബെൽറ്റിന്റെ സൗണ്ട് ഉണ്ട്. ആ നടുക്കത്തെ സീറ്റ് ബെൽറ്റ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് സൈഡ് ആക്കിയാലോ? നടുക്ക് there is also one more seat belt. ഫോൺ നോക്കിയ ചേട്ടൻ വരുന്നുണ്ട്. സെറ്റ് അതായിരുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു സീറ്റ് ബെൽറ്റിന്റെ ആണ്. അപ്പോ ഇതിനു മുന്നേ അതിനു മുന്നേ നമ്മൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ ഗെറ്റ് സെറ്റ് ബേബിയുടെ വിശേഷങ്ങൾ, വാട്സ്ആപ്പ് ഉണ്ണി മുകുന്ദൻ പെയറിംഗ് വിത്ത് ഉണ്ണി മുകുന്ദൻ ഫസ്റ്റ് മൂവി. അപ്പം അതിന്റെ വിശേഷങ്ങൾ പറയൂ. ഞാനും ഉണ്ണി മുകുന്ദനും ഞാനും ഷിബിലയും രണ്ടാമത് അഭിനയിക്കുന്നത് സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതിൽ വേറെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഓരോ ദിവസമായിട്ട് ഓരോ ക്യാരക്ടർ പോസ്റ്റേഴ്സ്, ഒരു ദിവസം ഒരുപാട് ആക്ടേഴ്സ് ഉള്ളോട് 2 ക്യാരക്ടർ പോസ്റ്റേഴ്സ് വൈകുന്നേരം ഒന്നുള്ള രീതിയിൽ വിടുന്നുണ്ട്. അത്രയധികം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. ആരൊക്കെയുണ്ട്? മുത്തുമണി ചേച്ചിയുണ്ട്, ഗംഗ ചേച്ചിയുണ്ട്, ജോണി ചേട്ടനുണ്ട്, വെറും വർഷയുണ്ട്, ജുവൽ മേരി ഉണ്ട്, ദിനേശ് പ്രഭാകർ ഉണ്ട്. അങ്ങനെ പലവിധ അഭിരാമുണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരുപാട് ആക്ടേഴ്സ് ഉള്ള സിനിമകൾ ഞാൻ ചെയ്യുന്നത് ഭയങ്കര കുറവായിട്ട്. എനിക്കങ്ങനെ ഞാൻ ചെയ്യുന്ന അധികം സിനിമകളിലൊക്കെ കുറച്ച് ആക്ടേഴ്സ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുള്ള സിനിമ ഞാൻ ഇതിന് മുന്നേ ചെയ്തത് ഗുരുവായൂരമ്പലത്തിലാണ്. അപ്പൊ ഇത് ആണ് അതിനുശേഷം അങ്ങനെ വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ കൂടെ ചെയ്യുന്ന ഒരു ഇതിലൊരു ഓവറോൾ മൂഡ് എങ്ങനെയാ? ഭയങ്കര ഹാപ്പി ജോളി ആണോ? ഇതൊരു ഹാപ്പി ജോളി ഫാമിലി ഇമോഷണൽ എല്ലാം ഉള്ള സിനിമയാണ്, റൊമാൻറ്റിക് എല്ലാം ഉള്ള ഒരു സിനിമയാണ്. ഓക്കെ, സോ ഷിബ്ല, അബൌട്ട് യുവർ ക്യാരക്ടർ. ഇതിലൊരു ക്യാരക്ടർ ഇതിൽ എങ്ങനെ വന്ന് പെട്ടു? വിനയ് ഗോവിന്ദ്, കുറെ കാര്യങ്ങളുണ്ട്. എങ്ങനെ വന്ന് പെട്ടു? എങ്ങനെ വന്ന് പെട്ടു? അതിന് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ, അതായത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ചെയ്ത സിനിമ കണ്ട ആൾക്കാർ തന്നെ. ഞാൻ യൂഷ്വലി കാസ്റ്റിംഗ് കോൾസിന് റിപ്ലൈ ചെയ്യാന്നുള്ളതാണ് എന്റെ വേ ഓഫ് ഗെറ്റിംഗ് ടു നോ തിങ്സ്. അല്ലാണ്ട് വേറെ അങ്ങനെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട് എന്നല്ലാതെ വേറെ വലിയ വഴിയൊന്നുമില്ല. അപ്പൊ ഇത് വിനയ് എന്നെ വിളിച്ച്, വിനയ് എനിക്ക് തോന്നുന്നു സോമറ്റകൃതാവും മണിപ്പിള്ളയൊക്കെ കണ്ടിട്ട് അങ്ങനെ എന്നെ വിളിച്ച് അപ്പൊ ഭയങ്കര സന്തോഷമായി. ആൻഡ് ദെൻ ഞാൻ നിഖിലയുടെ ഫസ്റ്റ് സിനിമയിലാണ് ഞാൻ നിഖിലയുടെ കൂടെ വർക്ക് ചെയ്തത്. അപ്പൊ അന്ന് എന്താന്ന് വെച്ചാൽ ഞാൻ ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന സമയമാണ്, എനിക്കൊന്ന് PG ചെയ്യുന്ന സമയമാണ്. അന്നാണ് ഞാൻ, പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് ഇത്രയും വർഷം ഇടയ്ക്ക് കണ്ടിട്ടുണ്ടല്ലേ, ഫംഗ്ഷൻസിലൊക്കെ ജസ്റ്റ് കണ്ടിട്ടുള്ളത് ഒഴിച്ചാൽ. പക്ഷെ ഇത് അവൾക്കുള്ള ദിവസം എനിക്ക് എന്തായാലും ഉണ്ടാവും, എനിക്കുള്ള ദിവസം അവൾക്ക്. ഞങ്ങൾ രണ്ടുപേരും എല്ലാ സമയത്തും ഒരുമിച്ചായിരുന്നു. അവള് എന്റെ ചില ഇത് നിനക്ക് ഒറ്റയ്ക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് മെയിൻലി കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് കടയിൽ പോയാൽ ഞാൻ എനിക്ക് മെയിൻലി കോമ്പിനേഷൻ ഉള്ളത് ചെമ്പൻചേട്ടൻ, ഉണ്ണി, നിഖില, ഇതാണ് എന്റെ ഒരു മെയിൻ ഇത്. അപ്പോ എനിക്ക് ഭയങ്കര രസകരമായി പോയൊരു ഷൂട്ടായിരുന്നു. ഒരു പ്രഷറും ഉണ്ടായിരുന്നില്ല. ഇതേപോലെ എന്നോട് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ അങ്ങനെയൊന്നും വേണ്ട, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ക്യാരക്ടർ. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തുള്ള അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഓക്കെ, ഞാനിങ്ങനെ എന്റെ അടുത്ത് ലൈക് പ്രൊഡ്യൂസർ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ, എടാ നിഖിലയുടെ തഗ് കാരണം ആങ്കേഴ്സ് ആരും അങ്ങോട്ട് വരുന്നില്ല, മീൻസ് നിഖിലയുടെ ഇന്റർവ്യൂ എടുക്കാൻ ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതെന്താണെന്നറിയോ, ഇതൊരു പോയിന്റ് കഴിഞ്ഞപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കിയ ഒരു സാധനമാണ്. മീഡിയയിൽ മാത്രമുള്ള ഒരു സാധനമാണ്. ഓൺലൈൻ മീഡിയക്കാര് പറഞ്ഞുണ്ടാക്കിയ നിങ്ങൾ എല്ലാ സ്ഥലത്തും വന്നിട്ട് നിഖില നമ്മൾ പറയുന്നത് തഗ്ഗാണ് തഗ്ഗ. ഞാൻ പറയുന്നത് തഗ്ഗല്ല, ഞാൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നൊന്നും നോർമലായിട്ട് സംസാരിക്കുന്നതാണ്, നിങ്ങൾക്ക് തഗ്ഗായിട്ട് തോന്നുകയാണെങ്കിൽ അതെന്താ പ്രശ്നം എന്നറിയാം. ഇല്ല, പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ എൻജോയ് ചെയ്ത കാര്യങ്ങളാട്ടോ ഞാനിപ്പോ ഇതുവരെ ലൈക്ക് ഐ ഡിഡ് എൻജോയ്. അത് ജെൻഡർ ഇല്ലാണ്ട് അവൾ അത് പറയുന്നത് അങ്ങനെയല്ല. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജനറലി ഇപ്പൊ എനിക്കറിയില്ല, ചിലർ നിങ്ങളൊക്കെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. എങ്ങനെ ജനറൽ ആയിട്ട് ഇപ്പൊ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ലൈഫ് അല്ല എന്റത്. കുറച്ച് വ്യത്യാസമാണ് ഇപ്പൊ എല്ലാ കാര്യവും. വിവരിക്കാൻ പറ്റുമോ? കൂട്ടത്തിൽ ഇപ്പൊ നിങ്ങളിപ്പോ ആലോചിക്കും, ഇപ്പൊ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടാവില്ല, എന്തെങ്കിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും അത് അബദ്ധമായിരിക്കും. അല്ലെങ്കിൽ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ കട അടച്ചുണ്ടാവും, അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല. അതായത് എവിടെ തൊട്ടാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മണ്ടത്തരം എന്തെങ്കിലും ഒരു പണി കിട്ടും എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ലൈഫാണ് എന്റെ. അപ്പൊ അത്
ഞാൻ പറയുമ്പോ ആൾക്കാർക്ക് അത് ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ട് തോന്നുന്നതാണ്. അല്ലാണ്ട് ശരിക്കും ഇങ്ങനെയാണ്. ശരിക്കും ഞാൻ ഇങ്ങനെയാണ്. ഇപ്പൊ ഇന്നത്തെ കാര്യം ഒന്ന് ആലോചിച്ചു എന്നോട് മഹീന്ദ്രയുടെ ഒരു XUV700 വരുന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ ഓർമ്മയിൽ ഓക്കെ ഞാൻ XUV700 കണ്ടിട്ടുണ്ട്, ഓക്കെ ആ വണ്ടി ഓടിക്കാം എന്നുള്ളതായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ എനിക്കത് ഓക്കെയാണ്, കാരണം എനിക്കത് ശീലമായിരിക്കുന്നു. അതെ, ഞാൻ എന്നോട് തന്നെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. എന്റെ ജീവിതം ഇങ്ങനെയാണ്. ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ജനറലി ഇപ്പൊ എനിക്ക് അങ്ങനെ മാറ്റി പറയാൻ തോന്നാറില്ല. അപ്പം അതായത് മാറ്റി പറയുമ്പോ അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആവും. എനിക്ക് ഞാനത് പറയുമ്പോ എന്റെ മുഖത്ത് ആ ഒരു കളലക്ഷണം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ആർട്ടിഫിഷ്യൽ ആണെന്നൊരു തോന്നല് തോന്നുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഉള്ളതാ പറയാ. അപ്പൊ എന്നോട് ഇപ്പൊ സിനിമ ഇല്ലെന്ന് വെച്ചാൽ എനിക്ക് സിനിമ ഇല്ല എന്ന് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഒരു സിനിമ ഉണ്ട് എന്ന് പറയുമ്പോ അതിനപ്പുറത്തേക്കുള്ളതിന് ഞാൻ പ്ലാൻ ചെയ്യണല്ലോ. അതെനിക്ക് എനിക്കിപ്പോ ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ ഞാനൊരു 10 ദിവസം അല്ല ഒരു സിനിമ തുടങ്ങുന്നു വിചാരിച്ചിട്ട് കഴിഞ്ഞ 2 weeks ബിഫോർ ഒരു സിനിമ തുടങ്ങുന്നു വിചാരിച്ച് ഞാൻ 10 ദിവസം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ആ സിനിമ പെട്ടെന്ന് ഒരാവശ്യമില്ലാത്ത സിനിമ മാറിപ്പോയി ഒരു കുറച്ച് നാളത്തേക്ക് തള്ളിപ്പോയി. ഇതൊക്കെ ചിലപ്പം ജനറലി ആൾക്കാർക്ക് സംഭവിക്കില്ല അല്ലേ? എനിക്ക് വിഷമമില്ല, എനിക്ക് ബുദ്ധിമുട്ടില്ല. എനിക്കറിയാം ചില പണികൾ നമ്മൾ തുടങ്ങുമ്പോഴേ അറിയാതെ പാടും. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇപ്പൊ പാളിയോന്ന് ചോദിച്ചാൽ ഞാൻ പാളിന്നേ പറയുള്ളൂ, പാളിയ കഥയെ ഞാൻ പറയുള്ളൂ, പാളാത്ത കഥ ഞാൻ പറയില്ല. അതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഇവര് പറയണതൊക്കെ വ്യത്യാസമാണല്ലോ എന്ന് തോന്നണം. ഞാൻ സത്യമായിട്ടും ഉള്ള കാര്യം ഞാൻ വളരെ ജെനുവിനായിട്ട് ചോദിക്കുന്ന ചില സാധനങ്ങളായിരിക്കാം അവർക്ക് തോന്നണത്. ഞാൻ നമ്മള് ഇന്റർവ്യൂസിന് പോകുമ്പോ ഇപ്പൊ ഗുരുവായൂർ അമ്പലനടയിൽ ഇന്റർവ്യൂവിന് പോകുമ്പോ അല്ലെങ്കിൽ കഥ വരെയുടെ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ അവർക്കൊരു പാറ്റേൺ ഉണ്ട്. ഇങ്ങനെയേ ഈ ഇന്റർവ്യൂ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് ഓൾറെഡി നമുക്ക് ഇത് തരും. അതായത് ഇത് ഫണ്ണായിരിക്കണം, കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഫൺ ഇന്റർവ്യൂ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ പോയി ഇരുന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സംസാരിക്കാൻ എനിക്ക് അങ്ങനെ അതാണ് ചെയ്യാൻ ഇഷ്ടം. ഈ മൊത്തത്തിൽ എല്ലാവരും ക്രൂ മൊത്തം ഫണ്ണായിട്ട് ഇരുന്ന് ഒരു ഇന്റർവ്യൂ കൊടുക്കണമെന്ന് ഇൻസ്ട്രക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ പോയിരുന്നിട്ട് നമ്മള് ഫണ്ണാക്കാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോ എന്റെ ഫണ്ണ് എനിക്കറിയില്ല, എന്റെ ഫണ്ണും സർക്കാസും ഒക്കെ കൂട്ടിക്കൊഴിഞ്ഞിട്ടൊരു പരുവത്തിലായിരിക്കണേ തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഇതുകൊണ്ട് ആൾക്കാർ ഒഫൻഡഡ് ആവുന്നുണ്ട് ഇടയ്ക്ക്. ആൾക്കാര് ജനറൽ ഓഡിയൻസ് ചിലപ്പോ ഒഫൻഡഡ് ആവാറുണ്ട്. പക്ഷെ ഇത് ഇവര് പറഞ്ഞാൽ ഇതൊക്കെ ഇവര് നിങ്ങൾക്കറിയാലോ നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യാന്നുള്ളത്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ അത് ചോദിക്കണേ. അല്ലാണ്ട് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആത്മാർത്ഥത കൊണ്ട് ഒന്നും അല്ലല്ലോ. നിങ്ങൾക്ക് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ചിലപ്പോ ഇങ്ങനെ മറുപടി കിട്ടായിരിക്കും. അപ്പൊ ഇതിന്റെ കണ്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയണോണ്ടല്ലേ നിങ്ങൾ അത് ചോദിക്കണേ. ചില സമയത്ത് ഞാൻ അങ്ങനെ പറയെങ്കിലും ചില സമയത്ത് എന്റെ മൂഡ് പോലെ ഞാൻ നിങ്ങൾക്ക് കണ്ടന്റ് തരികയും തരാതിരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്ത്. അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇത് എപ്പോഴെങ്കിലും നമുക്ക് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ടൈം നമുക്ക് തോന്നുന്നത് ലാസ്റ്റ് വൈറലായത് ഐ തിങ്ക് മറ്റേ തേങ്ങ റെഫറൻസ് ആയിരുന്നു. അത് മീൻസ് യുവർ സെൻസിൽ പറഞ്ഞപ്പം ഇല്ല അത് അങ്ങനെയൊന്നായിരുന്നില്ല. ക്ലാരിറ്റി ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് ജനറലി അത് ഞാനും വിഷ്ണുവേട്ടനും കൂടെ ഉള്ള ഒരു ഇന്റർവ്യൂല് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന സാധനങ്ങളുണ്ട്. എന്നെ കളിയാക്കിയൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ അതൊരു വലിയ കോൺവെർസേഷൻ ആണ്. ഈ വലിയ കോൺവെർസേഷന് ഇപ്പോഴും മീഡിയ ചെയ്യാതെ സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ടാണ് പറയാ. അപ്പൊ ക്വസ്റ്റ്യനും ഇല്ല, ആൻസറും ഇല്ല, വാലില്ല, അറ്റമില്ല, ഒന്നുമില്ല, ഒരു ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ തേങ്ങ റെഫറൻസ് ഒക്കെ അങ്ങനെ വന്നാണ്. അതിപ്പോ എങ്ങനെയാണ് പറഞ്ഞതെന്ന് ഇപ്പൊ ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അതെന്തുകൊണ്ടാ അങ്ങനെ ചോദിച്ചെന്നുള്ളത്. നമ്മുടെ വണ്ടി നിർത്തും. ഇതെന്തിനാ നിർത്തണേ?
MVD പിടിച്ചു ഗൈസ്, MVD പിടിച്ചു ഗൈസ്. ഇവിടെ ഒതുക്കൂ ലൈസൻസ്. പ്രാങ്ക് അറിയില്ല, നമ്മുടെ ഇത് പേപ്പേഴ്സ് ഇതിലുണ്ട്. ലൈസൻസ് ഇതിലുള്ള ലൈസൻസ് ഇല്ലേ? ആ നമ്മള് ഓക്കെ. എനിക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷെ എന്റെ കയ്യിലില്ലാന്ന് തോന്നുന്നു, ബാഗിലല്ല. സാർ ഈ കുട്ടിക്ക് ലൈസൻസ് ഇല്ല. ഉണ്ട്, പക്ഷെ വേണം പോയി എടുത്തിട്ട് വരാം. അല്ല ഇതിലുണ്ടാവല്ലോ, പരിവാഹനിൽ യൂസ് ചെയ്യില്ല. അല്ല, അതൊന്നും അങ്ങനത്തെ കഴിവൊന്നും എനിക്കില്ല. എവറി ഡോക്യുമെന്റ്സ് വെഹിക്കിൾ റിലേറ്റഡ് ഡിജി ലോക്കർ ഉണ്ടായിരുന്നു, പക്ഷെ അത് എവിടെ പോയാവോ? ആ ഡിജി ലോക്കർ യു കൻ യൂസ് വെഹിക്കിളിന് എന്തുണ്ടെങ്കിലും യു കൻ യൂസ് പരിവാഹൻ. പരിവാഹന്റെ ആപ്പ് ഉണ്ടല്ലോ, യുവർ RC യു കൻ അപ്ലോഡ് ചെയ്യാം, ലൈസൻസ് അപ്ലോഡ് ചെയ്യാം. ആ തണുത്തിങ്ങനെ കുറയ്ക്കാം, അങ്ങനെയാണോ? സുമേഷ് ചേട്ടനെ പോലീസ് കൊണ്ടുവന്നു. ക്യാമറ എടുത്ത് ആവശ്യമുള്ളത് എഡിറ്റ് ചെയ്ത് കൊടുക്കും. എന്താ സുമേഷ് ചേട്ടാ അതിന്റെ കോപ്പി അവർക്ക് ഒറിജിനൽ എവിടെയെന്ന് വെച്ചാൽ ഞാൻ അയാളെ വിളിച്ചു കൊടുത്തത്. ഞാൻ എക്സ്പെക്ട് ചെയ്തു, കാരണം അവരെ നമ്മള് 2-3 പ്രാവശ്യം നോട്ട് ചെയ്ത് ക്യാമറ വെച്ച് കൊറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും. ഗോപ്രോ കാണുമല്ലോ. ബാക്കിലുള്ള ആൾക്ക് ജീവനില്ലേ? എടാ ഹരി, നീ മരിച്ചോ? എണീക്കണ്ട, ഞങ്ങള് കൊന്നിട്ടാന്ന് വിചാരിക്കും. അവിടെ തന്നെ കിടന്നു. നീ അവിടെ തന്നെ അയാൾ വരുന്നുണ്ട്. എന്താ സുമേഷ് ചേട്ടാ? ഒന്നുമില്ല, നമ്മുടെ അടുത്ത് ബുക്ക് വന്നിട്ട് അവരുടെ അടുത്ത് വന്നിട്ട് ഫൈൻ അടച്ചിട്ട് കൊള്ളാൻ പറയാം. എന്തിനാ? ആർക്കറിയാം, എന്റെ ഒറിജിനൽ പേപ്പർ എഴുതി. ആയിക്കോട്ടെ, നമുക്ക് പോവാം. ആരെടുത്ത് വന്ന് ഫൈൻ? ഇനി നമുക്ക് തിരിച്ചു വരണോ? തിരിച്ചു വരാം, അതോ അങ്ങനെ പോവാണ്? അങ്ങനെ പോവാം. ഒന്ന് പോവാണ്. ഓക്കെ, അല്ലെ നമ്മൾ ഇതിന്റെ ഒരു ക്ലാരിറ്റിയാ പറഞ്ഞേ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിനുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് നമ്മൾ സംസാരിക്കില്ല, നിങ്ങൾക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ അവർക്കാർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇവരുടെ നമുക്ക് എന്താണ് പിന്നെ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ ഓൺലൈനിൽ ഒരു ഗ്യാങ് കണ്ടിന്യൂസ് നല്ലൊരു ക്യാമ്പയിൻ ആണ് അത്. വളരെ നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട്, വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. മോശം പറയരുതല്ലോ, ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് അബൌട്ട് യു. ഇത് എന്താണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇൻ ലൈഫ്? എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ? ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിനായിരുന്നു അല്ലേ? ഞാൻ മര്യാദക്ക് ഒരു പോസ്റ്റ് ഇടാണ് ചെയ്തത്. ഞാൻ പിന്നെ പോസ്റ്റ് ഇട്ടിട്ടാണ് മേടിക്കണമെന്ന് വിചാരിക്കും. ഒരു ഒപ്പീനിയൻ കുറവ് മതി. അതെ, ലോകത്ത് എല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ട്. അപ്പൊ ഒരു ഒപ്പീനിയൻ കുറവ് മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. എനിക്ക് ഭയങ്കര ട്രൂ കോളിംഗ് വരും. നീ ഇത് പറഞ്ഞാൽ ശരിയാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാറ്. പക്ഷെ ഞാൻ ഇത് കൊടുക്കല്ല, ഞാൻ വല്ലാതെ കൺസ്യൂം ചെയ്യലില്ല. ഞാൻ എന്റെ പോസ്റ്റ് എനിക്ക് പറയാനുള്ളത് പറയും. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ വരുമ്പോ ലാംഗ്വേജ് മാത്രം ഞാനൊന്ന് ഫിൽറ്റർ ചെയ്യും. അതിന് ഞാൻ എന്റെ പേജിലിട്ട ഒരു കാര്യത്തിന്റെ താഴെ വന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തും പറയാം, പക്ഷെ ഭാഷ കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രം. അത് പറയും, അത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. മോശമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്താല് എനിക്കൊക്കെ 15 നേരം ഉണ്ടാവുള്ളൂ. അത് ചെയ്യാറുണ്ട്. അങ്ങനെ ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ള കമന്റ്സ് വരുന്നുണ്ടോ? എനിക്ക് പല സീസണിൽ പലതാണ്. അതെ അതെ അതെ, അത് മാത്രമേ ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാനുള്ളത് പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായം അങ്ങനെ പലരും വരും. അച്ഛൻ വരും, അമ്മ വരും, ചേച്ചി വരും. അതൊക്കെയാണ് എനിക്ക് പ്രശ്നം. അച്ഛൻ, അമ്മ, പിന്നെ ബാഡ് വേർഡ്സ്, റോങ് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള. ഞാൻ എന്റെ വീട്ടുകാരൊക്കെ ട്രെയിൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ചില ആൾക്കാർ പറയില്ല, നിങ്ങൾ സിനിമയിൽ വന്ന് ഇതൊക്കെ കേൾക്കാൻ ഉത്തരവാദികളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബാക്കി ശരിയാണ്. പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല, പറയാത്തതിന് കേൾക്കുന്നത് പ്രശ്നമാണ്. അതാണ് നിഖിലയുടെ മിക്കതും സംഭവിക്കുന്ന ഈ പറഞ്ഞതുപോലെ അവള് പറയുന്നതിന്റെ പകുതി വരാനുള്ളൂ. നാലാമത്തെയും സെന്റൻസ് അല്ലാതെ കറക്റ്റ് രണ്ടാമത്തെ സെന്റൻസ് എടുത്ത് അത് എന്നാൽ നല്ലത് പറയണതൊന്നും ഭാഗ്യം കൊണ്ടല്ലോ ഒരു മീഡിയക്കും വേണ്ട. വേണ്ട ഈ മീൻസ് ലൈക്ക് വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മളിത് എത്രയൊക്കെ ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞാലും അറ്റ് എ പോയിന്റ്
ഇത് ഈസ് ഇറ്റ് റിയലി എഫക്ടിങ് നമ്മളെ എഫക്ട് നന്നായിട്ട് എഫക്ട് ചെയ്യും. നമ്മളെ എഫക്ട് ചെയ്യില്ലേ? ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാനാണെങ്കിലും കൺസ്യൂം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എങ്ങനെങ്കിലും നമ്മളിലേക്ക് ഇത് എത്തും. ആസ് എൻ ഇൻഫർമേഷൻ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്, അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മളിലേക്ക് എത്തും. അത് എഫക്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ അതിന് നമ്മൾ ട്രെയിൻഡ് ആക്കുക, ഇതിങ്ങനെയൊക്കെ പറയും, ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് എഫക്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാവും. ഇത് എഫക്ട് ചെയ്യും അറിയുന്നോണ്ട് തന്നെയാണല്ലോ അവർ ഇത് ചെയ്യുന്നത്. അത് ഒരാളോ രണ്ടാളോ പറയുന്നത് പോലെ അല്ലല്ലോ. ഒരു ക്യാമ്പയിൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് പേര് പറയും. അപ്പൊ അത് എഫക്ട് ചെയ്യും. പിന്നെ അതിനെ നമ്മൾ നിൽക്കുന്ന ഒരു ഫീൽഡ് ഇതായതുകൊണ്ട് നമുക്ക് ഭയങ്കര തൊലിക്കട്ടി ഒരു പോയിന്റിന് ശേഷം നമുക്ക് പതുക്കെ അതിലേക്ക് നമ്മൾ ട്രെയിൻഡ് ആവും. പക്ഷെ എഫക്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എഫക്ട് ചെയ്യും. പക്ഷെ അതിനെ അങ്ങനെ ഒരു ആരെങ്കിലും ഒക്കെ വിചാരിച്ചിട്ട് നമ്മൾ തകർന്നു പോകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അങ്ങനെ നിൽക്കുന്നത്. നമ്മളത് നമ്മുടെ സ്ട്രഗിള് നമ്മുടെ ഇതൊക്കെ ഡിഫറെന്റ് ആണ്. ആൾക്കാർക്ക് ചിലപ്പോൾ അത് അറിയണുണ്ടാവില്ല. അപ്പം അങ്ങനെയല്ല, അങ്ങനെ നമ്മളെ പറ്റി ഒന്നും അറിയാത്തവർ കമന്റ് ചെയ്യുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങോട്ട് വിടും. പിന്നെ എന്താണെന്നറിയോ, ഇവരാരും നമ്മളോട് നേരിട്ട് വന്ന് പറയില്ല. ഒരാൾ ആരെങ്കിലും നമ്മളോട് നേരിട്ട് വന്നിട്ട് നിങ്ങൾ ഇന്ന ചെയ്തത് ഭയങ്കര മോശമാണ്, അത് ചെയ്താണ്, ഇതാണ്, അങ്ങനെ പറയില്ല. അങ്ങനെ പറയുന്നവര് പോലും ചിലപ്പോ ഇങ്ങനെ മറ്റേ ഫണ്ണായിട്ടൊക്കെ പറഞ്ഞു പോവുള്ളൂ. അല്ലാണ്ട് ഒഫെൻസീവായിട്ട് ഒരാളും നേരിട്ട് വന്ന് സംസാരിക്കില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഇത് പറയാനുള്ള സമയം അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ പറയണത്. എന്റെ അടുത്ത് വളരെ റീസെന്റ് ആയിട്ട് ഒരാളൊരു കാര്യം പറഞ്ഞിട്ടോ, അത് ഞാൻ ആലോചിച്ചപ്പം ശരിയാണെന്ന് ഞാൻ ആലോചിച്ചു. അതായത് അങ്ങനെ ചെയ്യുന്നവര് ചിലപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ഒപ്പീനിയനും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരത് അങ്ങനെ പറയുന്നത്. അത് നമ്മുടെ ഒപ്പീനിയൻ ആയിരിക്കണം എന്നില്ല. ഇപ്പൊ നമ്മൾ പറയുന്നത് അവരുടെ ഒപ്പീനിയൻ ആയിരിക്കണം എന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിൽ അവര് സംസാരിച്ച് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് സംസാരിച്ച് പൊക്കോട്ടെ എന്നല്ലാണ്ട് നമ്മളത് എഫക്ട് ചെയ്യാൻ എടുക്കരുത്. നമ്മുടെ ഉള്ളിലേക്ക് അഭിപ്രായം പറയാനും വിചാരിച്ചിട്ട് നമുക്ക് ഇതിനകത്തുള്ള ഒരു ഡിബേറ്റിനുള്ള സ്പേസ് ഒന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇവരുമായിട്ട് പിന്നെ പോയിരുന്ന് ചർച്ച ചെയ്യോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ അവരത് പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കും. നമ്മൾ ടാർഗറ്റഡ് ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? യു ആർ ബീയിങ് ടാർഗറ്റഡ്, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് അതായത് ചില സമയങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഇതിപ്പോ ഞാൻ പറയുന്നത് ഭയങ്കര ചിലപ്പോ അവർക്ക് ഒഫെൻസീവായിട്ട് അവർ ചിലപ്പം കമന്റ് ചെയ്യാം. പക്ഷെ ഞാൻ പറയണത് എന്താ വെച്ചാൽ, നമ്മള് പറയുന്ന ഒരു കാര്യം നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ ഇല്ലാത്ത സിനിമകളിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത സിനിമകളുടെ ഇന്റർവ്യൂകളിൽ പോലും എനിക്കറിയാവുന്ന ആൾക്കാർ പോയിരുന്നു കഴിഞ്ഞാൽ എന്നെ പറ്റി, ഞാൻ തഗ്ഗൊക്കെ പറയുന്ന ഒരാളാണല്ലോ, അപ്പൊ പിന്നെ അവരെ പറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കാമോ, പറയാം, അവരോട് ഇങ്ങനെ സംസാരിച്ചാ ഓക്കെ ആണോ, അവരെങ്ങനെയാണ് ശരിക്കും, ഇതുപോലത്തെ ഒരാളാണോ എന്നൊക്കെ ചോദിക്കുന്ന തരം പല സാധനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര, അതായത് അത് അങ്ങനെ ഒരു പേര് വെച്ച് കഴിഞ്ഞാലോ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലോ അത് ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലോ അതിന് വ്യൂവർഷിപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ ചോദിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ടാർഗറ്റഡ് ആണല്ലോ. ലൈക്ക് ഒരാവശ്യമില്ലാതെ നമ്മളെ നല്ലൊരു കണ്ടന്റ് ആണ്, ഞാൻ ഭയങ്കര കണ്ടന്റ് ആണെന്നുള്ളത് ഞാൻ ഈ അടുത്താണ് മനസ്സിലാക്കിയത്. അപ്പൊ ബിഫോർ എനിക്ക് ലൈക്ക് ചോദിക്കാനുള്ളത്, ഇറ്റ്സ് ലൈക്ക് യുവർ ഒരു കംപ്ലീറ്റ്ലി എന്റർടൈൻമെന്റ് മീൻസ് അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് മീൻസ് മീഡിയ അല്ലെങ്കിൽ മൂവീസ് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ നമ്മളെല്ലാവരും ആ ന്യൂസ് കേട്ടത് ക്ലിയർ ആക്കില്ല, യുവർ സിസ്റ്റർ സന്യാസം സ്വീകരിച്ചു എന്നുള്ളത്. അപ്പോൾ ലൈക്ക് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് അതിൽ. ലൈക്ക് യു ബീങ് ആൻ ആക്ട്രസ് ആൻഡ് ലെറ്റ് ഇറ്റ് ബി അവരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ് ആൻഡ് യു റെസ്പെക്ട് ദാറ്റ്. അല്ലേ, എല്ലാവരും അതിനെ റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ അത് ഫസ്റ്റ് വെൻ യു ഹേർഡ് ഇറ്റ് എന്തായിരുന്നു ഒരു? അത് നിങ്ങൾ ഇപ്പോഴല്ലേ കേൾക്കണേ. ഞാനിത് കുറച്ച് കാലം ഞാനിത് കുറെ കാലം നമ്മുടെ വീട്ടിലുള്ള ഒരാൾ എന്താ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ മറ്റേ പെട്ടെന്നൊരു ദിവസം രാവിലെ പോയിട്ട് സ്വീകരിച്ചതൊന്നും അല്ല. അവള് വളരെ കാലങ്ങളായിട്ട് എന്റെ ചേച്ചി ആയതാണ് അവൾക്ക് ഈ അടുത്ത കാലത്ത് പറ്റിയൊരു വലിയ ബുദ്ധിമുട്ടെന്ന് പറയാനുള്ളത്. അതർവൈസ് അവള് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. അവള് PhD കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞ് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി പഠിക്കുന്നു. JRF ഒക്കെ ഉള്ള അക്കാഡമിക്സിൽ നമ്മളെക്കാളും വലിയ നിലയിൽ നിൽക്കുന്ന ഒരാളാണ്. അവളുടെ കുട്ടിയാണ്. അപ്പൊ അവളുടെ ലൈഫിൽ അവൾ എടുക്കുന്ന ഒരു ചോയ്സിന്
നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ റൈറ്റ്. അവൾക്ക് എന്റെ ചേച്ചിക്ക് 36 വയസ്സായി. 36 വയസ്സായിട്ടുള്ള ഒരാൾക്ക് അവരുടെ ലൈഫിൽ അവരൊരു ഡിസിഷൻ എടുക്കുന്നതിന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അത് അവള് ആരോടും പറയാണ്ട് പോയിട്ട് പെട്ടെന്നൊരു ദിവസം പോയി ചെയ്യുന്ന കാര്യമല്ല. അവള് സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിരുന്നു. അവള് ഈ പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രം പഠിക്കുന്നുണ്ടായിരുന്നു. കൃത്യമായി ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം പോയിട്ട് സന്യാസിയായ ഒരാളൊന്നല്ല. അപ്പൊ നമുക്ക് ഈ പുറത്തുനിന്ന് കാണുന്നവർക്ക് പറഞ്ഞ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മൾ വളരെയധികം സംസാരിക്കുകയും ഒരാൾ ഒരു വ്യക്തി ഒരു സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഒരു പ്രശ്നമാണല്ലോ. ഹിപ്പോക്രസിയാണ്. അവള് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ആളാണ്. ഭയങ്കര ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് സിനിമയിലായതുകൊണ്ട് ഞാൻ പോപ്പുലർ ആയി എന്നുള്ളതുകൊണ്ടാണ്. അക്കാഡമിക്സ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്ക് അറിയില്ല. അവർക്ക് ശരിക്കും ബുദ്ധിയുള്ളതുകൊണ്ട് നന്നായി പഠിച്ചതുകൊണ്ട് അവരാ നിലയില് എത്തി നിൽക്കുന്നത്. അപ്പൊ അവരുടെ ക്വസ്റ്റ്യൻസിന് അല്ല അവരുടെ ഡിസിഷൻസിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ആരുമല്ല. അവള് അല്ലെ ഒന്നും അല്ലെങ്കിലും ഒരാളുടെ ചോയ്സിനെ നമ്മൾ അവൾ ഇപ്പം ഞാൻ സിനിമയിൽ അഭിനയിച്ച ആരും ചോദിച്ചില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഒരു ഒരു ഇതല്ലേ അതും. അപ്പം നമ്മള് ഒരാളുടെ ലൈഫ് എന്താണോ അവർ ചെയ്യണത് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഹർ ചോയ്സസ്. അവളുടെ ലൈഫിൽ അവൾ എടുക്കുന്ന കാര്യങ്ങൾ അവൾ കറക്റ്റ് ആയിട്ടാണ് എടുക്കുക എന്നുള്ളത് എനിക്ക് അറിയാം. അങ്ങനെ എന്നെ പോലെ മണ്ടത്തരം പറ്റുന്ന ഒരാളല്ല. ഞാനാണ് അതെടുത്തതെന്ന് പറയുകയാണെങ്കിൽ അതൊരു വാർത്തയായിരുന്നു. അത് നിങ്ങൾക്ക് 50 ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ എന്ന് വരുന്നേന്. അവളുടെ കാര്യത്തിൽ അതിലൊരു വാർത്താ പ്രാധാന്യമില്ല, അതില് എന്താ പറയാ ഞെട്ടലുമില്ല ആർക്കും. ഷീസ് എ വെരി ഹാപ്പി പേഴ്സൺ. ഹാപ്പി, ഭയങ്കര സമാധാനമായിട്ട് അവൾക്ക് വേണ്ടുന്നതെല്ലാം അവള് ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അവൾക്ക് എനിക്ക് തോന്നുന്നില്ല നമുക്കൊന്നുള്ള പോലെ ഇപ്പൊ എനിക്ക് പല കാര്യങ്ങളും ചെയ്യായിരുന്നു, അന്നത് ചെയ്യണ്ടായിരുന്നു എന്നുള്ള റിഗ്രറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവളുടെ ലൈഫിൽ അവള് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇപ്പൊ ഞാനാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഞാൻ ഇപ്പൊ യൂഷ്വലി നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഞാനായിരിക്കണം ഒരു പാരീസ് ട്രിപ്പ് പോവാ, ഒരു യൂറോപ്പ് ട്രിപ്പ് പോവാ. ഞാൻ ഇവിടെ ഒന്നും പോയിട്ടില്ല. സ്കോളർഷിപ്പ് അവരുടെ ചെലവിൽ ഇവിടൊക്കെ പോയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അവള്. ഒരുപാട് യാത്ര ചെയ്യുന്ന, ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടമുള്ള, നന്നായി ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള, അവളുടെ കാര്യങ്ങൾ അവൾ കൃത്യമായി ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ മറ്റേ മണ്ടത്തരം പറ്റി നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാള് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അവളെ കാണാം. ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ അതൊരു ഭയങ്കര ബോൾഡ് മൂവ് അല്ലേ അല്ലേ? അത് ചെയ്യാൻ അവൾ കേപ്പബിൾ ആണ്. അപ്പൊ അതിന് എന്നോട് ചോദിക്കണത് ഭയങ്കര ബോൾഡ് മൂവ് ആണോന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോ ആയിരിക്കും, അവളെ സംബന്ധിച്ച് നോക്കുമ്പോ എനിക്ക് അങ്ങനെ തോന്നില്ല. അവളത് എനിക്കതില് മറ്റേ ഞെട്ടല് ആൾക്കാർ ഞെട്ടിയോ ഞെട്ടിയില്ല എന്നുള്ള ഈ ഒരു പ്രോസസ് തന്നെ ഒരു ഇയേഴ്സ് എടുക്കുന്ന പ്രോസസ് അല്ലേ. നമുക്ക് ഇതിനെ പറ്റി വലിയ കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും എനിക്കില്ലാത്തതുകൊണ്ട് ഇനി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഫാമിലി ഇന്റർവ്യൂ മറ്റെടുക്കുകയാണെങ്കിൽ അവളെ വിളിച്ചെത്തി സംസാരിപ്പിക്കാം. എന്തുകൊണ്ട് ഇതിപ്പം കേൾക്കണം നിങ്ങൾക്ക് ഞെട്ടലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞില്ല. ഇത് ഞാൻ സാധാരണഗതിയിൽ ഇപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ചേട്ടനുണ്ടോ? അനിയൻ എന്ത് ചെയ്യുന്നു? അനിയൻ പുറത്താണ്. സാധാരണ ഒരു ഗതിയിൽ ഒരു വീട്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? പഠിക്കും, കല്യാണം കഴിക്കും, കുടുംബം. എന്റെ വീട്ടിലൊന്നും അങ്ങനെയല്ല, വ്യത്യാസമാണ്. താങ്കളുടെ വീട്ടിൽ എങ്ങനെയാണ് ഒരു ജനറൽ സന്യാസിമാരാവും, ചിലർ സന്യാസിമാവും, ചിലർ ആക്ടേഴ്സ് ആവും. എന്റെ അച്ഛൻ ഒരു പഴയ നെക്സലൈറ്റ് ആയിരുന്നു. അപ്പം ഒരു നെക്സലൈറ്റിന്റെ മോളെ എങ്ങനെ സന്യാസി ആയിരുന്നു ചോദിക്കും ചില ആൾക്കാര്. അപ്പൊ എനിക്ക് മൊത്തത്തിൽ ഞാൻ ഭയങ്കര ഒരു കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പം കമ്മ്യൂണിസ്റ്റുകാരുടെ ഇതൊക്കെ എങ്ങനെയാ, അതൊക്കെ ആൾക്കാരുടെ ചോയ്സസ് അല്ലേ. ഇപ്പൊ ജനറലി ഒരു ഞാൻ പറഞ്ഞില്ലേ നോർമൽ ഒരു വീടല്ല എന്റെ വീട്ടിൽ നോർമലായിട്ട് അമ്മ പറയില്ലേ മോളെ ഇങ്ങനെ സന്യാസി മോളെ അടുത്തത് നീ
ഇങ്ങനെ ഒരു പ്രഷർ വരുന്നുണ്ടോ? അതായത് അതെന്റെ വീട്ടില് വെറുതെ എന്റെ അമ്മയ്ക്ക് മറ്റേ വീട്ടില് തേങ്ങ ഇടയ്ക്കിടയ്ക്ക് വാങ്ങണം. നമ്മൾ വേറെ പല കാര്യങ്ങൾ സംസാരിക്കായിരിക്കും. അപ്പൊ നമ്മൾ ആ ബിൽഡിംഗ് എന്താ പെയിന്റ് അടിക്കാത്താവോ പറഞ്ഞു അമ്മ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ പെയിന്റ് ഒരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ എന്തിനേയും കറക്കി കല്യാണത്തിൽ എത്തിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് എന്റെ അമ്മയ്ക്കുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ആൾക്കാർക്ക് അത് എങ്ങനെ അത് മനസ്സിലാവാത്തോണ്ടാണ്. എന്റെ വീട്ടിലതൊന്നും ഒരു പ്രശ്നം. അങ്ങനത്തെ ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് എനിക്കോ എന്റെ വീട്ടുകാർക്കോ ഒന്നും ഇല്ലാത്ത ഞെട്ടലും നാട്ടുകാർക്കും എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേകതരം ഞെട്ടൽ ആവശ്യമാണ് ജീവിതത്തിൽ. അങ്ങനെ ഒരു പ്ലാൻ എന്ത് ഫ്യൂച്ചറിലെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? ഗെറ്റിംഗ് മാരിഡ്, സെറ്റിൽ ഡൗൺ? ഇല്ല, എനിക്ക് അറിയില്ല. If it happens. എനിക്ക് ഇന്ന് വൈകുന്നേരം നടക്കുന്നുള്ളത് പോലും ഞാൻ പുട്ട് കഴിക്കണം എന്ന് വിചാരിച്ച എന്റെ വീട്ടിൽ പുട്ടുകുറ്റി കാണില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കല്യാണം കഴിക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നത് അത്രയും വലിയ ഞാൻ അങ്ങനെ എനിക്ക് വലിയ പ്ലാനിങ് ഒന്നുമില്ല. ഞാൻ വലിയൊരു സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചാൽ മലയാള സിനിമ ചിലപ്പോൾ അന്ന് ചിലപ്പോൾ എന്തെങ്കിലും സമയമൊക്കെ വന്ന് നിന്നോ. അങ്ങനെ എനിക്ക് സംഭവിക്കാറുണ്ട്. എനിക്ക് ചിലപ്പോ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ എന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ കറക്റ്റ് അതാണ് ഞാൻ. അത് എനിക്കറിയില്ല. ജനറലി ഒരാളുടെ ലൈഫിൽ സംഭവിക്കുന്നതൊന്നും എന്റെ ലൈഫിൽ സംഭവിക്കുന്നില്ല. ഇല്ല. അത് വേറെ വല്ലവരും ആണെങ്കിൽ ഒരു ജോത്സ്യരൊക്കെ വിളിച്ച് പ്രശ്നം വെപ്പിക്കണം എന്ന് തോന്നുന്ന പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ സിമ്പിൾ നടന്നില്ല. എനിക്കറിയായിരുന്നു. അങ്ങനെയാണ് എന്റെ ഒരു ഇത്. അല്ലാതെ വെരി സീരിയസ്ലി ഞാൻ പറയാണ്. എനിക്ക് അങ്ങനെയാണ് എന്റെ ലൈഫിൽ. അങ്ങനെ അല്ലാതെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. അപ്പൊ ഞാൻ എല്ലാത്തിനും പ്രിപ്പയർഡ് ആണ്. ഞാൻ എക്സ്പെക്ടിങ് ആണ്. അപ്പൊ അങ്ങനെ സംഭവിച്ചാലും ഐ ആം എക്സ്പെക്ടിങ് ഫോർ എന്ത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്റെ ലൈഫിൽ സംഭവിക്കുന്നതിൽ ഞാൻ എക്സ്പെക്ടഡ് ആണ്. അതുകൊണ്ട് പോസിറ്റീവ് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന പിറ്റേ ദിവസം വാർത്തയൊക്കെ അതൊക്കെ അനീച്ചിനെ വിളിക്കാം. എന്റെ ചേച്ചി അനുവിനെ വിളിക്കാം. അവളെ വിളിക്കാം. ചെറുതായിട്ടൊന്ന് പാളിട്ടുണ്ട്. ഒരു 3 ദിവസം അവളല്ല, ഞാൻ ഒരു 3 ദിവസം അമ്മയൊന്ന് പ്രിപ്പയർ ആക്കി. അവളും അതന്നെ വിളിച്ചറിയും. ഈ വാർത്തയൊക്കെ കണ്ടിട്ട് അമ്മയ്ക്കൊരു വിഷമം. ഇല്ല, സെറ്റാക്കാം. ഞാൻ അമ്മയോട് പറയും നാട്ടുകാർ ഇതൊക്കെ പറയും. പലരും എന്റെ അമ്മ ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാളാണ്. കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൂടുതൽ എഫക്ട് ചെയ്യാൻ കാരണം ഇവർക്ക് അത് ശീലമില്ലാത്തൊരു കാര്യമാണ്. അയ്യോ ഇപ്പൊ എന്തിനാ എല്ലാരും ഇത് പറയണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയും. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് അവരും യൂസ്ഡ് ടു ആവും. ഇപ്പൊ എന്റെ ചേച്ചി സന്യാസി ആയതുപോലും അവള് ഫോൺ വിളിക്കുമ്പോ ഞങ്ങള് വാർത്തയൊക്കെ വന്നപ്പോ നമ്മള് വീഡിയോ കോൾ ചെയ്തിട്ട് പരസ്പരം അങ്ങനെ. അല്ലാണ്ട് മറ്റേ വീട്ടില് പ്രശ്നം ഉണ്ടാവോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല. അതായത് നമുക്കിത് പണ്ടേ അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു സാധനമൊക്കെ അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും ഇല്ല. അതിനൊരു എക്സൈറ്റ്മെന്റ് ഇല്ല നമുക്ക്. ഇല്ല, അങ്ങനത്തെ എക്സൈറ്റ്മെന്റ് ജീവിതത്തിൽ ജനറലി ഇല്ല. അതുകൊണ്ട് ഭയങ്കര ചില്ലാണ് അങ്ങനത്തെ സാധനങ്ങൾ. അത് എനിക്കറിയാം പുറത്ത് ഒന്ന് വീഡിയോക്കാണ് വലിയ പ്രശ്നം. എങ്ങനെ എന്നാലും അത് സംഭവിച്ചു. അത് കേൾക്കുമ്പോ നാട്ടുകാരോ അയ്യോ പക്ഷെ മീഡിയ പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കോ എന്ന് ഞാൻ കണ്ടു. കൊറേ സാധനം വന്നു. കൊറേ മറ്റേ കരയണ വീഡിയോ ഈ ഒരു സീസൺ ഞാൻ മിസ് ചെയ്തിരിക്കുന്നു. എനിക്ക് മാസത്തിലൊരു സീസൺ. ഓരോ മാസത്തിൽ സാധാരണഗതിയിൽ എങ്ങനെ ഞാൻ ഇന്റർവ്യൂ കൊടുത്താലാണല്ലോ ഞാൻ നിങ്ങൾ ആലോചിച്ചൊക്കെ ഞാൻ വെറുതെ വീട്ടിലിരിക്കാം. നിങ്ങളാരെങ്കിലും വീട്ടിലിരിക്കുമ്പോ ഇതുപോലെ വരും? ഇല്ല. ഒരു പണിയില്ലാണ്ട് ഞാൻ എന്റെ പണി മാത്രം നോക്കി വീട്ടിലിരിക്കുമ്പോഴും ഞാൻ അല്ലാതെ ഇപ്പൊ ഞാനൊരു പ്രൊമോഷൻ അല്ലാതെ ലെറ്റർ തന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? ഞാൻ എവിടെ പോകാറില്ല. ജോലി ചെയ്യുന്നു. കടയിലും പോയി ചായയോ പരിപ്പോഴോ ബോണ്ടോ പൊറോട്ടോ ബീഫോ കഴിച്ച് ഞാൻ ഞങ്ങളുടെ സമാധാനമായിട്ട് ജീവിച്ചു പോണു. വർക്കൗട്ട് ചെയ്യുന്നു. ഇതൊക്കെ അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ലൈഫില്. സിനിമ ഒന്നും ചെയ്യാറില്ല. വെറുതെ ഇരിക്കും. അതാണ് ഞാൻ ചെയ്യാ. പക്ഷെ അങ്ങനെ ചെയ്താലും എനിക്ക് വരാനുള്ളത്
വണ്ടി പിടിച്ചു വരും. മസ്റ്റാണ് മസ്റ്റാണ്. ഒരിക്കൽ ആയാൽ പിന്നെ അതിൽ നിന്നൊരു മോചനമില്ല, തിരിച്ചു പോക്കില്ല. തിരിച്ചു പോക്കില്ല. ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ചില സമയത്തൊക്കെ ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പം നല്ല എന്റർടൈൻമെന്റ്. നമ്മളെ പറ്റി ആൾക്കാർ ചർച്ച ചെയ്യുന്നത് കാണുമ്പോൾ നല്ല രസമാണ്. അത് ലിറ്ററലി പറയുകയാണെങ്കിൽ മീഡിയ ഒക്കെ ചെയ്യുമ്പോ അവര് ഇതൊക്കെ ആൾക്കാർ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു വേറെ നാട്ടിലൊക്കെ. എന്റെ കയ്യിൽ നിന്ന് ഇവരൊക്കെ ഇതുകൊണ്ടെന്താ ഗുണം അല്ല അതാണ് നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ചില മറ്റേ ചത്ത് കിടക്കുന്ന പേജുകൾക്ക് ഒരു ഉണർവ് അത് സംഭവിക്കാറുണ്ട്. ഞാൻ മറ്റേ ഇതൊക്കെ ഏതാണ് നമുക്ക് തോന്നാറുണ്ട്. അല്ലാണ്ട് അയ്യോ ഇവരെന്നെ പറ്റി ഇല്ല. ചിലതൊക്കെ ഞാൻ മറ്റേ ചിലതൊക്കെ സ്ക്രീൻഷോട്ടുകൾ വരാറുണ്ട്. ചിലതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ തന്നെ നിന്നെ കൊണ്ട് പറ്റിയത് നമ്മളതിനെ എന്നെ അമ്മയാണ് ഇതിനകത്ത് ഒരിത്തിരി വിഷമമുള്ള ഒരാള്. അമ്മ എന്റെ എന്തെങ്കിലും വരുമ്പോ അവളും എന്തെങ്കിലും വരുമ്പോ ഞാനും ബാലൻസ് ചെയ്ത് നമ്മള് തയ്യാറെടുപ്പ് പ്രിപ്പയർ ചെയ്യും. നമുക്ക് ചായ കുടിക്കണ്ടേ? അതെ. ഒരു മിനിറ്റ്, സുമേഷ് ചേട്ടൻ എന്താ പ്ലാൻ നോക്കട്ടെ.